ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സേഫ്റ്റി ഓഫീസറിൻ്റെ പക്ക ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ ഫോർമാറ്റ്. നമ്മൾ ജോബ് ടൈറ്റിലിൻ്റെ കൂടെ തന്നെ സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്തു, ആരാംകോ അപ്രൂവ്ഡ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കരിയർ സമ്മറിയിൽ ടോട്ടൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിലാണ് എക്സ്പെർട്ടൈസ് ആ കാര്യങ്ങൾ ആഡ് ചെയ്തു. സ്കിൽസ് കുറച്ച് ആഡ് ചെയ്തു. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ് തന്നെ ബോഷ്, IOSH അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും നമ്മൾ കരിയർ സമ്മറിയിൽ തന്നെ ഫസ്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ്, സീനിയർ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലാണ് അവർക്ക് റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും അത് കോമൺ ആയിട്ട് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തു. അതിനിടയിൽ മേജർ പ്രൊജക്റ്റ് ഹാൻഡിൽഡ് ഏതൊക്കെയാണോ അതെല്ലാം നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം റെസ്പോൺസിബിലിറ്റീസും കോമൺ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ ആഡ് ചെയ്തു. ലെഫ്റ്റ് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ലിങ്ക്ഡിൻ ആഡ് ചെയ്തു. ബാക്കി എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, വിസ സ്റ്റാറ്റസ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ കീ സ്കിൽസ് എന്തൊക്കെയാണോ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമിൽ ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഹൈയസ്റ്റ് എഡ്യൂക്കേഷൻ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ വരുന്നത് സർട്ടിഫിക്കേഷൻസ് ആണ്. അതിലെല്ലാ കാര്യങ്ങളും ബോഷ് തുടങ്ങിയ എല്ലാം മേജറായിട്ടുള്ള എല്ലാം ആഡ് ചെയ്തു. അതുപോലെ തന്നെ ട്രെയിനിങ്സ് ഏതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് ആഡ് ചെയ്തു. കമ്പ്യൂട്ടർ സ്കിൽസ് അതും നമ്മൾ ആഡ് ചെയ്തു. അഡീഷണൽ ഇൻഫോയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആഡ് ചെയ്തത് ലാംഗ്വേജസ് നോണാസ് ആണ് ആഡ് ചെയ്തത്. ഇതുപോലത്തെ പക്ക ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.